ഞാൻ കുറെ ദിവസമായി ഏട്ടനോട് പറയണേ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ. അങ്ങനെ അവസാനം ഏട്ടൻ എനിക്ക് കണ്ടുപിടിച്ചെന്ന ജോലിയാ കോഴി വളർത്തൽ. ഓ, എവിടുന്ന് മേടിക്കും കോഴീനെ? അതെന്താന്നറിയാമോ? ഫ്രീ ആയിട്ട് കോഴിയെ കിട്ടും അമ്മയ്ക്ക് കൃഷിഭവനിൽ നിന്ന്. നിന്നോട് ആര് പറഞ്ഞു? ഞങ്ങൾ ഈ ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഫാസിൽ വന്നു. അപ്പൊ ഫാസിലാ പറഞ്ഞ ഇങ്ങനെ കോഴിയെ ഫ്രീ ആയിട്ട് കിട്ടും, അമ്മ അപേക്ഷ കൊടുത്താൽ മതിന്ന്. ഞാൻ അപ്പൊ തന്നെ അമ്മാന്റെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു അതിനെന്താ തുടങ്ങിക്കോ, നല്ല കാര്യമല്ലേ. നല്ല കാര്യം, ശരിയാ, നല്ല കാര്യം. അപ്പൊ മോളൊരു കാര്യം ചെയ്യണം, ഫാസിലിനെ ഇപ്പൊ തന്നെ വിളിക്കണം. എന്നിട്ട് ഫാസിലിന്റെ വീട്ടിൽ കിട്ടുന്ന കോഴീനെ എനിക്ക് തരാൻ പറയണം. എന്തിനാ? പിന്നെ ഫാസിലല്ലേ നിന്നോട് വന്ന് പറഞ്ഞത്, അപ്പൊ ഫാസിലിന്റെ കോഴിനൊക്കെ തരും. അമ്മയുടെ കോഴിനെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലേ? അത് ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു. എപ്പോ ചോദിച്ചു? രാവിലെ. രാവിലെ ഒന്നുമല്ല, ഞാൻ വിളിക്കുമ്പോ അമ്മ ആദ്യമായിട്ട് അറിയുള്ളൂ. നിന്നോട് പറഞ്ഞു, അയ്യോ മോളെ ഞാൻ ആദ്യമായിട്ട് അറിയാന്ന് പറഞ്ഞു. ആണോ ജയമന്തി? അത് കുഴപ്പമില്ല, നല്ലതല്ലേ. പച്ചക്കള്ളം. ഞാൻ ഇന്ന് രാവിലെ അമ്മേനെ വിളിച്ചിട്ട്, അമ്മേ നമുക്ക് ഇങ്ങനെ കോഴീനെ കിട്ടും, അപ്പൊ ആ കോഴിനെ ഞാൻ വളർത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ, വളർത്തിക്കോ മോനെ, എത്ര കോഴിനെ കിട്ടും? 10 കോഴിനെ കിട്ടും അമ്മയെന്ന് പറഞ്ഞപ്പോ, 10നെ നീ വളർത്തിക്കോ, അവളോടൊന്നും പറയണ്ട, നീ ചെയ്തോളാൻ പറഞ്ഞു. ദൈവമേ, കള്ളം കള്ളം കള്ളം, മുഖം കണ്ടറിയാം കള്ളം. നിനക്കിപ്പോ എന്തിനാ കോഴീനെ? നീ വേറെ വല്ല വളർത്ത്. ഇല്ല, എനിക്ക് കോഴിയെ വളർത്തണം. ഒന്നും പറ്റില്ല, ഞാനിത് കുറെ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. കുറെ ദിവസമായിട്ട്. അതിന് ഇന്ന് രാവിലെ അമ്മ അറിഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ അറിഞ്ഞു. പക്ഷേ മോളെ, ഇത് ഞങ്ങൾ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ചർച്ച ചെയ്ത് തൊഴിലുറപ്പ് മറ്റേ കള്ളം പറയുമ്പോഴേ ഒന്നും കിട്ടൂല. കള്ളം പറയണമെന്നല്ല, ഞാൻ കോഴിനെ തരാൻ തീരുമാനിച്ചിട്ടില്ല. അന്ന് ഞാനും കോഴിയെ തരാൻ തീരുമാനിച്ചിട്ടില്ല. നീ ഫാസിലിന്റെ വീട്ടിൽ നിന്ന് കോഴി? ഫാസിലിന്റെ വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കിട്ടുന്ന കോഴിയുണ്ടല്ലോ, ഞാൻ വളർത്തും. എന്നിട്ട് ആ കോഴി ഇവിടെ കൂടിയൊക്കെ ഓടി നടക്കും. നിന്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ. ഇത് ഞാൻ ഡയറക്റ്റ് ബന്ധം അമ്മയായിട്ട്. അമ്മയുടെ കോഴി അമ്മയുടെ മോക്കുള്ളതാ. പിന്നെ കോഴി ബന്ധം നോക്കിയിട്ടല്ലേ വീട്ടിൽ വന്ന് താമസിക്കാൻ പോണേ. അതെ, ഒന്ന് പോന്നാത്തിന് വെറുതെ എന്നോട് വഴങ്ങൂടല്ലേ. മോളെ, നീ ഇത് ആഗ്രഹിച്ചിട്ട് വെറുതെ ഓരോന്നും മെനഞ്ഞു കൊട്ടാരം കെട്ടിയിട്ട് ഇത് നടക്കാൻ പോണില്ല. ഇത് ഞാനേ ചെയ്യുള്ളൂ. എന്നാ അത് നമുക്ക് കാണാലോ. കാണാം. എന്റെ കോഴിക്കുഞ്ഞ് ഇവിടെ വരുമ്പോഴേ കൊതിച്ചോ. നിന്റെ കോഴിക്കുഞ്ഞ് വരും വേറെ വല്ല സ്ഥലത്തുനിന്ന്. അമ്മയുടെ കോഴിക്കുഞ്ഞ് നിന്റെ അടുത്ത് വരില്ല, അത് ഇവിടെ വളർത്തുന്നേ. അതെനിക്കൊന്ന് അറിയണമല്ലോ. അറിയണം. എന്റെ കോഴിക്കുഞ്ഞിനെ ഞാൻ തരില്ല. നിന്റെ കോഴിക്കുഞ്ഞല്ല, അത് എന്റെ കോഴിക്കുഞ്ഞ്. അയ്യടി, പുതിയ ഐഡിയ ആയിട്ട് വന്നേക്കോ. അമ്മ എന്നോട് പറഞ്ഞു അതെ എന്റെ അല്ല എന്റെ. എന്ന് രാവിലെ അമ്മ സമ്മതിച്ചാണല്ലോ. അമ്മ എന്നോട് സമ്മതിച്ചത്. നമുക്ക് നോക്കാലോ. കാണാം. സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വന്നപ്പോ